ഗാസക്കാർക്ക് ചതി ഒരുക്കിയാണ് ഇസ്രയേൽ ഗാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് യുദ്ധാനന്തരം ഗാസയിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ അവിടെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാതും വാർത്തയിൽ കണ്ടിരുന്നു. ഗാസയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഹമാസ് നടത്തുന്ന നീക്കങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പ്രചാരണം നടക്കുന്നത്. ഒപ്പം ഹമാസ് വധശിക്ഷ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒറ്റപ്പെട്ട രീതിയിൽ ഇസ്രയേലി സൈന്യം വീണ്ടും വെടിനിർത്തൽ ലംഘിച്ച് മനുഷ്യക്കുരുതി നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഗാസയെ വീണ്ടും കൂട്ടക്കുരുതിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രയേൽ നടത്തുന്ന നിഴൽ നീക്കങ്ങളാണ് എന്നാണ് ഗാസയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം പറയുന്നത്. യുദ്ധാനന്തരം ഗാസയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നത് ഇസ്രയേൽ പിന്തുണയുള്ള ചില സായുധ ഗ്രൂപ്പുകളാണ്. ഇവരും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിലാണ് മാധ്യമപ്രവർത്തകൻ സാലിഹ് അൽ ജഫ്രാവി കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്യാനായി ഗാസ സിറ്റിയിലെ അൽ സബ്ര എന്ന പ്രദേശത്തേക്ക് പോയതാണ് ഈ സാലിഹ്. പ്രസ് വസ്ത്രം അണിഞ്ഞിരുന്ന സാലിഹിനെ ഡോക്മുഷ് ക്ലാൻ എന്ന ഗാസ സ്ട്രിപ്പിലെ ഏറ്റവും വലിയ കുടുംബത്തിന്റെ സായുധ ഗ്രൂപ്പാണ് വെടിവെച്ചത്.